നമസ്കാരം. ഭഗവത്ഗീത 7-ാമത്തെ അധ്യായം ജ്ഞാന യോഗം. അതിലെ 7-ാമത്തെ ശ്ലോകം അതിമനോഹരമാണ്. ആ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി, ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ലവലേശം പോലും മറ്റൊന്നുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം അല്ലെങ്കിൽ ബോധം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ തിങ്ങി വിങ്ങി ഒരു മൊട്ടുസൂചി പോലും കുത്താനിടമില്ലാത്ത വിധത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തതാണ്, മിഥ്യയാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല സാധാരണഗതിയിൽ. പക്ഷെ മനസ്സിൽ ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. പിന്നെ അവിടെ ഭേദചിന്തകൾക്ക് ഒരു കാര്യമില്ല. മേശയായാലും കസേലയായാലും എല്ലാം അത് തന്നെയാണ് എന്നുള്ള ചിന്ത. കാരണം ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം ബ്രഹ്മം തന്നെ. ഉണ്ടാകുമോ എന്നുള്ളത്, ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പൂരിത നിശ്ചലതയിൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു മിഥ്യയാണ്, സ്വപ്നമാണ്, അല്ലേ? നമ്മുടെ സ്പേസിൻ്റെയും ടൈമിൻ്റെയും അപ്പുറത്ത് പോയതൊന്നും ഇല്ല. സ്പേസ് ടൈമിൻ്റെ ഒരു ഷോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ പോയാൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കുറേ എണ്ണം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഇത് ബ്രഹ്മം, ഈ കാണുന്നത് മൊത്തം ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് ഇല്ല എന്ന് വെച്ച് നമുക്കതൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. വ്യാവഹാരിക തലത്തിൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക. പക്ഷേ നമ്മൾക്കുള്ള ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ പൂരിത നിശ്ചലത അനുഭവിക്കുക എന്നതാണ് ശരിക്കും ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ പൂരിത നിശ്ചലതയാണ് നമ്മൾ ബ്രഹ്മം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അത് തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും പുറത്തും, പുറത്തുമൊന്നുമില്ല, സർവ്വസ്ഥലത്തും അത് തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുക. എങ്ങനെ? സൂത്രേ മണിഗണായിവ. ആലോചിച്ച് നോക്കുക. ഒരു മുത്ത് മാലയിൽ കോർത്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്കറിയാം. പക്ഷെ ഇവിടെയുള്ള മുത്ത് നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയുക, ഡയമെൻഷൻ ഇല്ലാതെ, പരിമാണമില്ലാതെ നിറഞ്ഞ് ചുറ്റും കാണാതെ നിൽക്കുന്ന മാലയിലാണ് എല്ലാവരും കോർക്കപ്പെട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. പിന്നെ എങ്ങനെ നമുക്ക് അതറിയാൻ കഴിയുക? ചുറ്റുപാടുമുള്ള ആ നിശ്ചലത അതിലാണ് എല്ലാ കോഡുകളും അടങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നിശ്ചലയിൽ എല്ലാ കോഡും അടങ്ങിയിരിക്കുന്നു. ആ നിശ്ചലതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചം അപ്രത്യക്ഷമായി എത്ര നമുക്ക് പറയാൻ പറ്റും. അതിൽ നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് നിശ്ചലമായാൽ അതിലെത്താൻ സാധിക്കും. അതാണ് യോഗികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോധമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ലവലേശം ഇല്ല. താങ്ക് യു.